അപ്പോൾ പിന്നെയും ഹലോ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇൻഫ്ലുവൻസർ ആകണം എന്ന ആഗ്രഹം കൊണ്ട് തേജോവധം ചെയ്യപ്പെടുന്ന എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുട്ടീനെയും ആയിരിക്കും നിങ്ങളിതിൻ്റെ ഉടനീളം കാണാൻ പോകുന്നത്. കാരണം വേറെ ഒരു തേങ്ങാക്കൊലയും എൻ്റെ കയ്യിലെടുക്കാനില്ല. വീഡിയോ ഒന്നുമില്ലല്ലോ. ഇവൻ വാക്സിനേഷന് പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് തന്നെ. അതല്ലാതെ ഇന്ന് ഈ വീഡിയോയിൽ ഒരു പ്രത്യേകതയോടുണ്ട്. നമ്മളിന്ന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകും, അതായത് ജിത്തുവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു ചെറിയ കട്ട്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മോനെ ഒരുക്കി. അച്ഛൻ്റെ വക പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഏത് പാട്ടാന്ന് പോലും എനിക്കറിയത്തില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് റെഡി ആവുക, എന്തെങ്കിലും 2 ഡ്രസ്സ് പാക്ക് ചെയ്യുക, ഇറങ്ങുക. പക്ഷേ ഇതങ്ങനെയല്ല. എന്തോരം ബാഗ് എടുക്കണം. ഇവൻ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള മാറ്റും ഈ വെള്ളം ചൂടാക്കുന്ന പാത്രം വരെ വേണം എടുത്തുകൊണ്ട് പോകാൻ. അതറിയില്ല എന്താന്ന്. ആ വീട്ടിൽ പാത്രമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് വെള്ളം ഇവന് കുളിക്കാൻ ചൂടാക്കുന്നത് എന്ന ഒരു മൈൻഡ് സെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് കൊണ്ടങ്ങ് നടക്കുക. ഒരു 3-4 ബാഗും അതും ഇതും ഒക്കെ ആയിട്ട് ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കയറിയിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ സാധനങ്ങളും കൂടി എടുക്കാനുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കയറി വെയിറ്റ് ചെയ്യുന്നു. ചിത്തോടിനത് എടുക്കുന്നു. പിന്നെ ഈ ഫ്രണ്ടിൽ കുഞ്ഞു കുട്ടികളെ വെച്ചുകൊണ്ട് പോകുന്നത് അത്ര നല്ലതല്ല. നമ്മൾ മറ്റേ എന്താ പറയുക, കാർ സീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ്. പിന്നെ അധികം നമ്മളങ്ങനെ യാത്ര ചെയ്യുന്നില്ലാത്തത് കൊണ്ടും ആണ് പിന്നെ അതിപ്പം ഇത്ര ഡിലേ ആക്കിയത്. ഇനിയിപ്പം നെക്സ്റ്റ് മന്ത് തന്നെ നമ്മളത് വാങ്ങിക്കും. ഇത് കണ്ടിട്ട് ആരും വഴക്ക് പറയാൻ നിൽക്കണ്ട, നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാനിലുണ്ട്. അപ്പം അതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഭാവ. അത് അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിലും ഈ വീഡിയോസിലൊക്കെ ആൾക്കാരിങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എന്തോരം കാര്യങ്ങളാണ് പറയുന്നത്. അവരൊക്കെ എഴുതി വെച്ച് ഈ വീഡിയോ വീണ്ടും കണ്ട് അങ്ങനെ എഴുതുന്നതായിരിക്കും അല്ലേ. ഞാൻ പക്ഷേ അങ്ങനെയല്ല. ഞാൻ എല്ലാം കൂടെ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന ഇൻഷോട്ടിലിടുക, പിന്നെ അത് കണ്ടിട്ട് അങ്ങ് വർത്താനം പറയുക. അതായിരിക്കും നമ്മുടെ വീഡിയോയ്ക്കൊന്നും അത്ര റീച്ച് കിട്ടാത്തത്. എന്നാലും നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, പിച്ച വെച്ച് വരുന്നതല്ലേ ഉള്ളൂ സാർ. ഓസ്കാർ വാങ്ങിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അപ്പോൾ ബൈ.